സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ സഹപാഠികളായിരുന്നു കൃഷ്ണനും സുദാമാവും. വർഷങ്ങൾക്കു ശേഷം കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി. എന്നാൽ സുദാമാവും കുടുംബവും കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. ദാരിദ്ര്യം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ സുദാമാവിന്റെ ഭാര്യ കൃഷ്ണനെ കണ്ട് തങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയിക്കാൻ സുദാമാവിനെ നിർബന്ധിച്ചു. മനസ്സില്ലാ മനസ്സോടെ സുദാമാവ് യാത്ര തിരിച്ചു. വീട്ടിൽ മറ്റൊന്നുമില്ലാതിരുന്നതിനാൽ സുദാമാവ് ആകെ ഉണ്ടായിരുന്ന കല്ലുകൾ നിറഞ്ഞ കുറച്ച് അരി അവലാക്കി ഒരു കിഴി കെട്ടി കയ്യിൽ കരുതി. നടന്നു ക്ഷീണിച്ച് അവശനായി ദ്വാരകയിലെത്തിയ സുദാമാവിനെ കാവൽക്കാർ കടത്തിവിട്ടില്ല. എന്നാൽ കൃഷ്ണൻ അതിസന്തോഷത്തോടെ പുറത്തേക്ക് ഓടി വന്ന് കൂട്ടുകാരനെ ആശ്ലേഷിച്ച് അകത്തേക്ക് ആനയിച്ച് യഥാവിധി സൽക്കരിച്ചു. മടിയോടെ മറച്ചു പിടിച്ചിരുന്ന വിയർപ്പിൽ കുതിർന്ന അവൽ വാങ്ങി കൃഷ്ണൻ ഒരു പിടി വായിലേക്കിട്ടു. സൽക്കാരങ്ങൾക്കു ശേഷം ഒന്നും പറയാതെ സുദാമാവ് വീട്ടിലേക്ക് തിരിച്ചു. കൃഷ്ണനെ കണ്ടതു തന്നെ സന്തോഷം എന്ന് ആ ദരിദ്ര ബ്രാഹ്മണൻ വിചാരിച്ചു. എന്നാൽ തിരികെ എത്തിയപ്പോൾ തന്റെ കുടിലിന്റെ സ്ഥാനത്ത് കൊട്ടാരം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എല്ലാം കൃഷ്ണലീലയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹവും കുടുംബവും ആ സമൃദ്ധിയിൽ കൃഷ്ണനെ സ്മരിച്ചു കഴിഞ്ഞു.